നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി താരസംഘടനയായ അമ്മയിലെ ചില വൃത്തികെട്ട പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഗൗരവകരമായ വിഷയമൊന്നുമല്ല ഇപ്പോൾ അമ്മയിലുള്ളത്. എന്തായാലും ആ വിഷയങ്ങളെല്ലാം വെറുതെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ചില നടീനടന്മാർ ഇതിനു പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും താരസംഘടനയായ അമ്മയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ കയ്യാങ്കളികൾ നടക്കുമ്പോൾ കേരള സമൂഹം ഒന്നാകെ ഈ സംഘടനയെ ഓർത്ത് ലജ്ജിക്കുകയാണ്. അതായത് പുതിയൊരു ഭരണസമിതി, നേരത്തെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. ആ ഭരണസമിതി അംഗങ്ങളിൽ പലർക്കുമെതിരെ ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകൾ തൊഴിൽ സ്ഥലങ്ങളിൽ സിനിമാ ഫീൽഡിൽ നേരിടുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും വരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ തന്നെ ഈ സംഘടന ഏൽപ്പിക്കാം എന്നൊരു ആശയമുണ്ടാകുന്നു. അങ്ങനെയാണ് സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ആ ഭരണസമിതി ഒരു വർഷം പോലും തികയ്ക്കും മുമ്പ് വീണ്ടും എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഭരണസമിതി എല്ലാവരും രാജിവെച്ചൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് പകരം അധികാരത്തിൽ വന്ന അമ്മയുടെ ഈ സ്ഥിരം സമിതിയും ഇപ്പോൾ ഇതാ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. 17 ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചൊഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്ന നടി ശ്വേത അമ്മയിൽ നിന്ന് തന്നെ രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ്. വലിയ ആരോപണങ്ങളാണ് അമ്മയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ശ്വേത പറഞ്ഞിരിക്കുന്നത്. ശ്വേത മേനോൻ പറഞ്ഞത്, ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കണക്കുകൾ നോക്കുന്ന ഒരു ജീവനക്കാരൻ കഴിഞ്ഞ കുറേ നാളായി അബ്സ്കോണ്ടിങ് ആണ്, അയാളെ കാണാനില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കണക്കുകൾ ഒപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള എല്ലാ കണക്കുകളും കറക്റ്റാണ് എന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു. മാത്രമല്ല അവർ അതീവ ഗുരുതരമായ ഒരു ആരോപണം മുൻ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടുമുണ്ട്. അതായത് ബാബുരാജ് ഏട്ടൻ എന്ന് പറയുന്ന ബാബുരാജ്, ആ ബാബുരാജിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സമിതി, ആ സമിതിയുടെ കണക്കുകളിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് എന്നവർ പറഞ്ഞു വയ്ക്കുന്നു. തൊട്ടു പിന്നാലെ മല്ലിക സുകുമാരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വനിതകൾക്ക് ഈ സംഘടനയിൽ നിലനിന്നു പോകാൻ, നേതൃസ്ഥാനത്ത് നിലനിന്നു പോകാൻ ബുദ്ധിമുട്ടാണോ എന്ന ചോദ്യത്തിന് ഇവിടെ വനിതകളായി നിന്നാൽ നിലനിന്നു പോകാൻ കഴിയും എന്ന മറുപടിയാണ് നൽകിയത് അവർ. അതായത് ഈ സ്ഥാനത്തേക്ക് സീനിയർ നടീനടന്മാർ ആരെങ്കിലും വരണം, സീനിയർ നടന്മാർ പ്രത്യേകിച്ചും മൗനം വെടിയണം എന്നാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള, അഭിനയ രംഗത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയുന്ന ആളുകൾ നേതൃത്വത്തിലേക്ക് വരണം എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭരണസമിതിയിൽ അങ്ങനെ ആർക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്കായി വ്യക്തിപരമായ കാര്യങ്ങൾ പലതും സംഘടനാപരമായ കാര്യങ്ങളായി കൂട്ടിക്കുഴയ്ക്കുന്നു. ഒപ്പം തന്നെ അതിൽ ചില പ്രശ്നങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പ്രതികരണങ്ങളിൽ നിന്ന് എന്ന് വ്യക്തമാണ്. ഈ ചർച്ചകളിൽ ഒരു വലിയ ക്രമക്കേട് നടന്നുവെന്നും, അതായത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ രജിസ്ട്രേഷൻ ഒരു ഭാഗത്ത് നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ രജിസ്ട്രേഷൻ എന്ന വ്യാജേന ഈ അവിശ്വാസ പ്രമേയത്തിൽ മറ്റു പലരെയും മറ്റൊരു ഭാഗത്ത് വെച്ച് ഒപ്പിടിച്ചു വാങ്ങി അങ്ങനെ ഗൂഢാലോചന നടത്തി അട്ടിമറി നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിക്കെതിരെ ചിലർ പ്രവർത്തിച്ചത്. കുറ്റാരോപിതരായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഈ ഭരണസമിതിക്കെതിരെ പ്രവർത്തിച്ചത് എന്ന് ശ്വേത മേനോൻ പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വളരെ സംഘർഷഭരിതമായ ഒരു യോഗമാണ് നടന്നത്. മോഹൻലാൽ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഇതിൽ തെറിവിളിയും അതുപോലെ തന്നെ പരസ്പരം ചെളിവാരി എറിയലും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്ന സൂചന. അങ്ങനെ ഒരു സംഘടനയായി ഇത് അധപ്പതിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ആ സംഘടനയുടെ ഭരണസമിതി രാജിവെക്കുന്നു. ഇപ്പോൾ അഡ്ഹോക്ക് ഭരണസമിതി നിലവിൽ വരും എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തീരുമാനങ്ങൾ ജനറൽ ബോഡിയിൽ കൈക്കൊള്ളും എന്നും സൂചനയുണ്ട്. അടിമുടി ദുരൂഹതയുള്ള ഒരു സംഘടനയായി ഇപ്പോൾ അമ്മ എന്ന താരസംഘടന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മലയാളികൾ ഇന്നസെൻ്റ് എന്ന ആ മഹാനടനെ ഓർക്കുന്നത്. മഹാനടനായിട്ടായിരിക്കില്ല ആ മലയാളി ഈ അവസരത്തിൽ ഇന്നസെൻറ്റിനെ ഓർക്കുക, മറിച്ച് മികച്ച ഒരു സംഘാടകൻ, മികച്ച ഒരു നേതൃപാടവമുള്ള വ്യക്തി എന്ന നിലയിലായിരിക്കും. വർഷങ്ങളോളം ഈ സംഘടനയെ അദ്ദേഹം ഒരു അവസരവും പുറത്തു കേൾക്കാതെ കൊണ്ടുപോയി. എത്ര ഭംഗിയായിട്ടാണ് അമ്മ എന്ന താരസംഘടനയെ ഈ ഇന്നസെൻ്റ് കൊണ്ടുപോയത്. അതിൽ നിന്നും ഒരു അവസരവും പുറത്തേക്ക് വന്നില്ല. മാത്രമല്ല ആരും അമ്മ സംഘടനയ്ക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർച്ചയായും അതൊന്നും പുറത്തേക്ക് വന്നില്ല. സംഘടനയുടെ ക്രെഡിബിലിറ്റി, സംഘടനയുടെ വിശ്വാസ്യത, ആഢ്യത്വം അതെല്ലാം കേരള സമൂഹത്തിന് മുന്നിൽ ഒട്ടും ചോരാതെ മുന്നോട്ട് കൊണ്ടുപോയതിൽ ഇന്നസെൻറ്റിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ആ സംഘടന ഇത്രയധികം
അധപ്പതിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നസെൻറ്റിനെ കുറിച്ച് മലയാളികൾ ഓർക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഈ അൻസിബ ഹസനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അൻസിബ ഹസനെതിരെ ടിനി ടോം ചില കാര്യങ്ങൾ പറയുന്നു. അത് അൻസിബ ഹസനെ ഇഷ്ടപ്പെടുന്നില്ല. അൻസിബ ഹസൻ തിരിച്ചു പ്രതികരിക്കുന്നു. അൻസിബ ഹസൻ്റെ ചില പെരുമാറ്റങ്ങൾ ലക്ഷ്മിപ്രിയ എന്ന നടിക്ക് ദഹിക്കുന്നില്ല. അങ്ങനെ ലക്ഷ്മിപ്രിയ തിരിച്ചു പ്രതികരിക്കുന്നു. ഇവർ രണ്ടുപേരും കേസ് കൊടുക്കുന്നു. രണ്ടുപേരുടെ പരാതിയിലും കഴമ്പില്ല എന്ന് പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ അവർ കോടതിയിൽ പോകുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. നീന കുറുപ്പ് ആരെക്കുറിച്ച് എന്തു പറഞ്ഞു, ടിനി ടോം എന്താണ് ഇക്കാര്യത്തിൽ പറഞ്ഞത്, ആരാണ് നിരപരാധി, ആരാണ് കുറ്റക്കാരൻ, ആരെക്കുറിച്ച് എന്തു പറഞ്ഞു, ഇത്തരം കാര്യങ്ങളാണ് പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത്. പക്ഷേ അമ്മ എന്ന സംഘടനയിലെ അടിസ്ഥാനമായ പ്രശ്നം അതൊന്നുമല്ല എന്ന് വ്യക്തമാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനകത്ത് ചില കള്ളക്കളികളുമുണ്ട്. അതാണ് ആ സംഘടനയെ ഈ തരത്തിൽ അധപ്പതിപ്പിക്കുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭരണസമിതിയെയും അട്ടിമറിക്കുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്തുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കാര്യങ്ങളൊന്നും, അമ്മ സംഘടനയുടെ ഉള്ളിലെ കാര്യങ്ങളൊന്നും നമുക്ക് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് അറിയേണ്ട കാര്യമില്ല. അതായത് അമ്മ സംഘടനയിൽ അൻസിബയെ ആരെന്തു പറഞ്ഞാലും അല്ലെങ്കിൽ ടിനി ടോം ആരെന്തു പറഞ്ഞാലും അതൊന്നും നമുക്ക് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് അറിയേണ്ട വിഷയമേ അല്ല. പക്ഷേ ഇതിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ നടീനടന്മാരുടെ പ്രതികരണം, ആ പ്രതികരണത്തെ തുടർന്ന് മറ്റു ചിലരുടെ പ്രതികരണങ്ങൾ, ഇതിൽ നിന്നൊക്കെ വീണ് കിട്ടുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളിൽ വലിയ ദുരൂഹതയുണ്ട്. അത് മറ്റൊന്നുമല്ല. അതായത് ഈ അമ്മ സംഘടന സംഘടിപ്പിച്ച ഈ പറയുന്ന നടീനടന്മാരുടെ ഒരു ഒത്തുചേരൽ, ഒരു പാർട്ടി, ആ പാർട്ടിയെ ചൊല്ലിയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് സൂചന. അതായത് ഈ നടീനടന്മാരെല്ലാം ഒത്തുചേരുകയും ആടുകയും പാടുകയും കുടിക്കുകയും കൂത്താടുകയും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഈവൻ്റ് നടക്കുന്നു. പക്ഷേ ആ ഈവൻറ്റിനുള്ള പണം, അങ്ങനെയുള്ള ഒരു ഈവൻ്റ് സംഘടിപ്പിക്കാനും ആവശ്യത്തിന് കുടിച്ചു കൂട്ടാടാനും ഭക്ഷണം കഴിക്കാനുമുള്ള പണം പേഴ്സിൽ ഒരുപാടുള്ളവരാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇവൻറ്റിനെ ഇവർ ഒരു സ്പോൺസറെ കണ്ടുപിടിക്കുന്നു. ആ സ്പോൺസർ കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ആർക്കാണ് വിശ്വസിക്കാൻ പ്രയാസമില്ലാത്തത്? കേരള സമൂഹത്തിന് ദഹിക്കാത്ത ഒരു കാര്യമാണ്. കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ സംഘടനയായ അമ്മ ഒരു ഇവൻ്റ് നടത്തുന്നു, ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നു. ആ ഗെറ്റ് ടുഗദർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഒരു ക്ഷേത്രമാണത്രേ. ആ ക്ഷേത്രം ദലാൽ നന്ദകുമാറിൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ദലാൽ നന്ദകുമാറിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണത്രേ. ആ ക്ഷേത്രത്തിൽ നിന്ന് പണം എടുത്തു കൊടുത്തിട്ടാണ് ഈ പരിപാടി നടത്തിയത് എന്ന് പലരും പറഞ്ഞു വയ്ക്കുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങളൊന്നും പുറത്തില്ല. പക്ഷേ ഈ പുറത്തേക്ക് വരുന്ന കമൻറ്റുകളിൽ നിന്നും ബൈറ്റുകളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ആകെ കൂടിയുള്ള വിവരം ഇതാണ്. ഇതിൽ ദലാൽ നന്ദകുമാർ അംഗീകരിച്ചിട്ടുമുണ്ട്. പൂർണ്ണമായും ക്ഷേത്രത്തിൻ്റെ തുക കൊണ്ടാണ് ഈ ഇവൻ്റ് നടത്തിയത്. അങ്ങനെയാണ് ക്ഷേത്ര ഭരണാധികാരികളെല്ലാം ഇരുന്ന് കൂടിയാലോചിച്ച ശേഷമാണ് ഇങ്ങനെയൊരു തുക ആ അമ്മയ്ക്ക് കൈമാറിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു നടീനടന്മാരുടെ ഒരു ഗെറ്റ് ടുഗദറിന് സ്പോൺസർ ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ ഒരു ക്ഷേത്രത്തിനുമില്ല. പക്ഷേ ആ ക്ഷേത്രത്തിന് ദലാൽ നന്ദകുമാറുമായി ബന്ധമുണ്ട് എന്ന് വരുമ്പോഴാണ് അവിടെ ഒരു വിഷയം ഉദിക്കുന്നത്. ദലാൽ നന്ദകുമാറിന് എൻ്റെ പണമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ ഈ പറയുന്ന അദ്ദേഹത്തിന് ഈ ഗെറ്റ് ടുഗദർ നടത്തിയത് കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ ദലാൽ നന്ദകുമാർ എന്തുകൊണ്ടാണ് ഈ പണം ഈ ക്ഷേത്രം വഴി റൂട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളില്ലേ? ഈ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലല്ലേ ഈ പറയുന്ന കൂട്ടത്തല്ലുകൾ മുഴുവൻ നടക്കുന്നത്? ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചല്ലേ ഈ ശ്വേതാ മേനോൻ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്? ഈ സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണോ ഈ പറയുന്ന ജീവനക്കാരൻ, ഈ കണക്കുകൾ അക്കൗണ്ട്സുകൾ നോക്കുന്ന ജീവനക്കാരൻ മുങ്ങിയത്? ഇതെല്ലാമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടത്. ആ ഗെറ്റ് ടുഗദറിനെ കുറിച്ചും ആ ഗെറ്റ് ടുഗദറിന് ചിലവാക്കിയ പണത്തെക്കുറിച്ചും ആ പണത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ചും എല്ലാമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഈ നടീനടന്മാർക്ക് വലിയ പ്രതിഫലമുണ്ട്. അവർക്ക് ഇതിലും വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിക്കാനുള്ള പ്രാപ്തിയുണ്ട്. പിന്നെ എന്തിന് അവർ ക്ഷേത്രത്തിൻ്റെ പണം ആശ്രയിച്ചു, ക്ഷേത്രത്തിൻ്റെ പണത്തെ ആശ്രയിച്ചു? ആ ക്ഷേത്രത്തിൻ്റെ പണത്തിന് പിന്നിൽ ദലാൽ നന്ദകുമാർ എന്ന ദുരൂഹ വ്യക്തിത്വം എങ്ങനെ എത്തി? അയാൾക്ക് ഈ ഇവൻറ്റിലുള്ള താല്പര്യം എന്താണ്? ഇതാണ് കേരള സമൂഹത്തിന് അറിയേണ്ടത്. തീർച്ചയായും ഇങ്ങനെയുള്ള പണത്തിൻ്റെ റൂട്ടിങ്ങുകൾ നടക്കുമ്പോൾ അതിൽ പ്രാഥമികമായി കള്ളപ്പണത്തിൻ്റെ സാന്നിധ്യം സംശയിക്കാവുന്നതാണ്. കള്ളപ്പണത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇനി അമ്മയുടെ ഓഫീസിൻ്റെ പടിവാതിൽക്കൽ എത്തുന്നത് എന്നാണ്.
EDയുടെ ആ അന്വേഷണത്തിൽ കുടുങ്ങാൻ പോകുന്നത് ആരൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്നിപ്പോൾ കേരള സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത്.